എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഗോൾഡ് റേറ്റ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ദിവസേനയുള്ള ഗോൾഡ് റേറ്റ് അറിയുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. ഇന്ന് സ്വർണ്ണവിലയിൽ ചെറിയൊരു മാറ്റമുണ്ട്. വില 680 രൂപ പവന് കുറഞ്ഞിട്ടുണ്ട്. വിൽക്കുന്നവർക്ക് സങ്കടവും വാങ്ങുന്നവർക്ക് സന്തോഷവും നൽകുന്ന ഒരവസ്ഥ. വില കുറയുവാനുള്ള പ്രധാന കാരണമായി വിദഗ്ധരുടെ നിരീക്ഷണം എന്തെന്നാൽ, അമേരിക്കയിലെ കേന്ദ്ര ബാങ്ക് പലിശ നിരക്കുകൾ കൂട്ടാൻ തീരുമാനിക്കുകയും അപ്പോൾ ആളുകളുടെ സ്വർണം വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ പണം ബാങ്കിലോ മറ്റോ നിക്ഷേപിക്കാൻ താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. സ്വർണം വാങ്ങാൻ ആളുകൾ കുറയുമ്പോൾ സ്വാഭാവികമായും വില കുറയുമല്ലോ. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണം വിൽക്കുന്നത് ഡോളറിലാണ്. അപ്പോൾ ഡോളറിൻ്റെ മൂല്യം കൂടുമ്പോൾ സ്വർണത്തിൻ്റെ വിലയിൽ ആഗോളതലത്തിൽ കുറവുണ്ടാകുന്നു. ഇത് ഇന്ത്യയിലെ വിപണിയെയും ബാധിക്കും. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സ്വർണ്ണവില കൂടി നിൽക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ വില അല്പം കുറഞ്ഞപ്പോൾ സ്വർണം വാങ്ങി വെച്ചിരുന്നവർ അത് വിറ്റ് ലാഭമെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ കൂടുതൽ പേർ ഒരേ സമയം സ്വർണം വിൽക്കാൻ വരുമ്പോൾ വിപണിയിൽ സ്വർണത്തിൻ്റെ ലഭ്യത കൂടുകയും വില കുറയുകയും ചെയ്യുന്നു. ലോകത്തെ സാമ്പത്തിക സാഹചര്യം അല്പം മെച്ചപ്പെടുമ്പോൾ സ്വർണത്തെ പോലെയുള്ള സുരക്ഷിത നിക്ഷേപങ്ങളിൽ നിന്ന് ആളുകൾ മാറി ചിന്തിക്കാൻ തുടങ്ങും. അതായത് സ്വർണത്തിൽ വലിയൊരു തകർച്ചയൊന്നുമല്ല ഇത്, വിപണിയിൽ നടക്കുന്ന ഒരു ചെറിയ മാറ്റം മാത്രമാണ്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ സ്വർണ്ണവില പെട്ടെന്ന് കുറയാൻ കാരണം ആഗോള വിപണിയിലെ മാറ്റങ്ങൾ തന്നെയാണ്. അമേരിക്കൻ സാമ്പത്തിക നയങ്ങളും ഡോളറിൻ്റെ മൂല്യത്തിലുള്ള വ്യത്യാസങ്ങളുമാണ് പ്രധാനമായും സ്വർണത്തെ ബാധിച്ചിരിക്കുന്നത്. വില കുറയുമ്പോൾ അതൊരു തകർച്ചയായി കാണാതെ നിക്ഷേപകർക്ക് സ്വർണം വാങ്ങാൻ ലഭിക്കുന്ന ഒരു അവസരമായി തന്നെ ഇതിനെ കണക്കാക്കാം. ഇന്നത്തെ സ്വർണ്ണവില എന്താണെന്ന് നോക്കാം. 29/6/2026 പവന് 1,04,880 രൂപ. 1 ഗ്രാമിൻ്റെ വില 13,110 രൂപ. ഒരു പവന് 680 രൂപ കുറഞ്ഞിരിക്കുന്നു. വീഡിയോ കാണുന്നവർക്കായി വിലയിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അറിയിക്കാൻ ശ്രമിക്കാം. വാങ്ങുന്ന സ്വർണം BIS ഹാൾമാർക്കാണെന്ന് ഉറപ്പുവരുത്തുക.